ഇന്ത്യൻ നഴ്സിംഗ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന ഫൈൻഡിങ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ മംഗളൂരു സീരീസ് 4 നമ്മൾ എത്തിയിരിക്കുന്നത് STG കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മാംഗ്ലൂരിലെ നെല്ലിയാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിയർ ബൈ ആയിട്ട് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ കോഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPTയും BSc നഴ്സിംഗും GNM ആണ് ഇവിടെ വരുന്നത്. പുത്തൂർ സിറ്റി ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആദർശ ഹോസ്പിറ്റൽ, അശ്വിനി ഹോസ്പിറ്റൽ എന്നീ ഹോസ്പിറ്റലുകളിലാണ് ഇവർക്ക് ക്ലിനിക്കൽ ട്രെയിനിങ്ങും പ്രാക്ടിക്കൽസും നൽകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് റൂംസിലേക്ക് പോയി നോക്കാം. സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഫണ്ടമെൻ്റൽ ലാബ് വരുന്നത്. ഫണ്ടമെൻ്റൽ ലാബിന് തൊട്ടടുത്തായിട്ടാണ് ന്യൂട്രീഷൻ ലാബ് വരുന്നത്. ഇവിടെ നിന്നാണ് കുട്ടികൾ പേഷ്യൻസിന്, ഇൻഫൻസിനൊക്കെ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കി പഠിക്കുന്നത്. അതുപോലെ ഇതാണ് കമ്മ്യൂണിറ്റി ലാബ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് കമ്പ്യൂട്ടർ ലാബും അതുപോലെ പീഡിയാട്രിക് ലാബും വരുന്നത്. അപ്പോൾ ഇതാണ് OBG ലാബ് വരുന്നത്. അതുപോലെ തന്നെ നല്ലൊരു പ്രീമിയം ലൈബ്രറി തന്നെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ലാബ്. ഇതാണ് OBD സ്റ്റുഡൻസിനുള്ള ലാബ്. ഇവിടെ നിന്നാണ് അവർക്ക് പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവുക. എങ്ങനെയുണ്ട് ഇപ്പോൾ ചേർന്നിട്ട് കുറച്ചായോ? ചേർന്നിട്ട് ഏകദേശം ഒരു കൊല്ലം. എന്താ അഭിപ്രായം കോഴ്സിനെ പറ്റിയും കോഴ്സിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. നല്ല കോഴ്സാണ്. ഫസ്റ്റ് ഇയറാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫാക്കൽറ്റി ആയാലും മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ഉണ്ട്. നമ്മളെ സപ്പോർട്ട് ഡൗട്ട് ക്ലിയറൻസിനും കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം, അല്ലെങ്കിൽ പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്ത് ഫുള്ളി ക്ലിയർ. ക്ലാസ്സസ് ഒക്കെ എങ്ങനെ മനസ്സിലാവുന്നുണ്ട്? നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചോദിക്കും. ഇപ്പോൾ ക്ലാസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ മാറ്റി തരും. ഫീഡ്ബാക്ക് അറിയിക്കാനുള്ളൊരു സെക്ഷൻ. ഓക്കെ, അക്കാഡമിക് കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ലാബ് പ്രാക്ടിക്കൽസ് അതിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽസ് ഒക്കെ തുടങ്ങി വരുന്നുള്ളൂ. തുടങ്ങിയതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതായിട്ട് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അങ്ങനെ തുടങ്ങി വരുന്നുണ്ടാവുള്ളൂ അല്ലേ? സ്റ്റേ എങ്ങനെ ഹോസ്റ്റലാണോ? ഹോസ്റ്റലാണ്. അടുത്ത് തന്നെയാണോ ഹോസ്റ്റൽ വരുന്നത്? ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള അപ്പോൾ അങ്ങനെ ഹോസ്റ്റല് അവിടുത്തെ സ്റ്റേ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുഡൊക്കെ മലയാളി മെസ്സാണ് മൊത്തം. മലയാളി മെസ്സാണ്. അപ്പോൾ ഫുഡൊക്കെ മലയാളി. നമുക്ക് നാട്ടിൽ നിന്ന് വന്നുകൊണ്ടൊരു വ്യത്യാസം പുറത്തുനിന്നൊരു ഫുഡിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പം പുറത്തുനിന്നൊരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഒരു സ്റ്റുഡൻറ്റ് ഉള്ളിലേക്ക് വരുന്ന ടൈമിൽ എന്താണ് കുട്ടീനോട് പറയാനുള്ളത്? എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യുമോ കുട്ടീനെ? ഓപ്പണായിട്ട് പറയാ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അത്യാവശ്യം ഫസ്റ്റായിട്ട് തുടങ്ങി വരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫുൾ നോട്ടൊക്കെ കിട്ടും നമുക്ക്. പേഴ്സണലായിട്ടും ആയാലും അക്കാഡമിക്കലായിട്ടും എങ്ങനെയായാലും പാസ്സായാലും നല്ലൊരു ഫ്യൂച്ചറും ഏകദേശം അവർ തന്നെ പ്ലാൻ ചെയ്തു. എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാം അത്ര നന്നായിട്ട് കെയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് റിവിഷൻസ് ഒക്കെ സാധാരണ നമ്മൾ ഈ സെക്കൻഡറി സ്കൂളുകളിൽ ചെയ്യുന്ന അതേ കെയറും സപ്പോർട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഈ മാനേജ്മെന്റുമായിട്ടുള്ള നല്ലൊരു ഒരു കോർഡിനേഷൻ, അതായത് നമ്മൾ പറയുന്നത് ആവശ്യം അനുസരിച്ച് ചെയ്തു തരിക, അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അനുസ്കരിക്കാനും എല്ലാത്തിനും ഒരു പ്രൈവസിയും സ്ഥലവും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും പറയാനില്ല. ലൈക്ക് എല്ലാം യൂണിറ്റി ആയിട്ട് ഈക്വാലിറ്റി ആയിട്ട് തന്നെ ട്രീറ്റ് ആക്കും. പിന്നെ നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാക്കും.
അപ്പോൾ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ നോൺ അക്കാഡമിക്സും അക്കാഡമിക്സും ഒരുപോലെ നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ടത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോളേജിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും അഡ്മിഷനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കോളേജ് ടൂർ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.